ഫുട്ബോൾ ലോകത്ത് മാറ്റമില്ലാത്ത ഒരേയൊരു യാഥാർത്ഥ്യമേ ഉള്ളൂ. അത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പേരാണ്. ഓരോ തവണ അയാൾ വീഴുമ്പോഴും പ്രായം അയാളെ തളർത്തുന്നുവെന്ന് ലോകം വിധിയെഴുതുമ്പോഴും കൂടുതൽ ശക്തരായി തിരിച്ചു വരുന്നതാണ് ചരിത്രം. 2026 ലോകകപ്പ് ഫുട്ബോൾ വേദിയും സാക്ഷ്യം വഹിക്കുന്നത് മറ്റൊന്നിനുമല്ല. വിമർശകർ പലവട്ടം എഴുതിത്തള്ളി കരിയർ അവസാനിച്ചുവെന്ന് പ്രവചിച്ചു. CR7 യുഗം അവസാനിച്ചുവെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ആ വിമർശനങ്ങൾക്കെല്ലാം കളിക്കളത്തിൽ തന്നെ ബൂട്ടുകൾ കൊണ്ട് മാത്രം മറുപടി നൽകുന്ന ശീലക്കാരനാണ് താനെന്ന് റൊണാൾഡോ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ നടന്ന മത്സരത്തിൽ 2 തകർപ്പൻ ഗോളുകൾ അടിച്ചുകൂട്ടിയാണ് 41 വയസ്സിലും താൻ തന്നെയാണ് കളിക്കളത്തിലെ അധിപനെന്ന് CR7 പ്രഖ്യാപിച്ചത്. മാറ്റമില്ലാത്ത പോരാട്ട വീര്യവുമായി അയാൾ ഇന്നും ഫുട്ബോൾ ലോകത്ത് ജ്വലിച്ചു നിൽക്കുന്നു. ഉസ്ബെക്കിസ്ഥാനെതിരായ മത്സരം കേവലം ഒരു ഗ്രൂപ്പ് ഘട്ട പോരാട്ടമായിരുന്നില്ല, മറിച്ച് ഫുട്ബോൾ ചരിത്ര പുസ്തകത്തിൽ പുതിയൊരു അധ്യായം കൂട്ടിച്ചേർക്കപ്പെട്ട നിമിഷമായിരുന്നു. ഗ്രൂപ്പ് കെ പോരാട്ടത്തിൽ പോർച്ചുഗൽ ജേഴ്സിയിൽ റൊണാൾഡോ ബൂട്ട് കെട്ടി ഇറങ്ങുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കിയത് അയാളുടെ കാലുകളിലേക്കാണ്. ആരാധകരെ ഒട്ടും നിരാശപ്പെടുത്താതെ കളി നിയന്ത്രിച്ചുകൊണ്ട് റൊണാൾഡോ നേടിയ 2 ഗോളുകൾ മത്സരത്തിന്റെ വിധി നിർണയിക്കുക മാത്രമല്ല, അന്താരാഷ്ട്ര ഫുട്ബോളിലെ റെക്കോർഡുകളെ ഒന്നടങ്കം തിരുത്തി കുറിക്കുകയും ചെയ്തു. തനിക്കെതിരെ ഉയർന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള കൃത്യമായ മറുപടിയായിരുന്നു സ്റ്റേഡിയത്തിൽ പിറന്ന ആ 2 ഗോളുകൾ. വർഷങ്ങൾ കടന്നുപോയി, എതിരാളികൾ മാറി, വിമർശകർ മാറി, കളിയും കളിത്തട്ടും മാറി. എന്നാൽ മാറ്റമില്ലാതെ ഒരേയൊരു റൊണാൾഡോ മാത്രം ഇന്നും അതേ ഗോൾ ദാഹത്തോടെ നിലനിൽക്കുന്നു. കളിയിലും കണക്കിലും റെക്കോർഡിലും ഒപ്പമുള്ള ലയണൽ മെസ്സിക്കൊപ്പം 2006 റൊണാൾഡോയുടെ ലോകകപ്പ് അരങ്ങേറ്റം. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ലോക ഫുട്ബോളിനെ ആവേശത്തിലാഴ്ത്തിയ ഒരു പ്രയാണത്തിന്റെ തുടക്കമായിരുന്നു അത്. ഓരോ ലോകകപ്പിലും തന്റെ സാന്നിധ്യം ഗോളുകളിലൂടെ അടയാളപ്പെടുത്താൻ റൊണാൾഡോയ്ക്ക് കഴിഞ്ഞു. 2006, 2010, 2014 ലോകകപ്പുകൾ. ഈ ലോകകപ്പുകളിൽ ഓരോ ഗോളുമായി മടക്കാം. യുവതാരം എന്ന നിലയിൽ നിന്നും ടീമിന്റെ നട്ടലായി മാറുന്ന റൊണാൾഡോയെയാണ് ഈ കാലഘട്ടത്തിൽ കണ്ടത്. 2018 ലോകകപ്പ് ഹാട്രിക് ഉൾപ്പെടെ 4 ഗോളുകളുടെ തകർപ്പൻ പ്രകടനമാണ് റൊണാൾഡോ കാഴ്ചവെച്ചത്. 2022 ലോകകപ്പ് ഖത്തർ ലോകകപ്പിലും 1 ഗോൾ നേടിക്കൊണ്ട് തന്റെ ഫോം നിലനിർത്തി. 2026 ലോകകപ്പ് ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനെതിരെ ലക്ഷ്യം കണ്ടതോടെ ചരിത്രം പൂർണ്ണമായും വഴിമാറി. ഈ ഇരട്ട ഗോളുകളോടെ 6 വ്യത്യസ്ത ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ചരിത്രത്തിലെ ആദ്യത്തെ താരമായി റൊണാൾഡോ മാറി. ഫുട്ബോൾ ലോകത്ത് മറ്റാർക്കും സ്വപ്നം കാണാൻ പോലുമാകാത്ത അത്രയും നീണ്ട കരിയറും സ്ഥിരതയുമാണ് ഈ റെക്കോർഡിലൂടെ അടിവരയിടുന്നത്. ഈ മത്സരത്തിലെ ഇരട്ട ഗോളുകളിലൂടെ പോർച്ചുഗലിന്റെ ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെ ഉയർന്ന ഗോൾ വേട്ടക്കാരൻ എന്ന റെക്കോർഡും റൊണാൾഡോ സ്വന്തമാക്കി. ലോകകപ്പ് വേദികളിൽ നിന്ന് മാത്രം റൊണാൾഡോയുടെ ആകെ സമ്പാദ്യം ഇപ്പോൾ 10 ഗോളുകളാണ്. 1966 ഒരൊറ്റ ലോകകപ്പിൽ 9 ഗോളുകൾ നേടി ദശാബ്ദങ്ങളായി ഈ റെക്കോർഡ് കൈക്കലാക്കി വെച്ചിരിക്കുന്ന സാക്ഷാൽ യൂസേബിയോയെയാണ് CR7 മറികടന്നത്. സ്വന്തം രാജ്യത്തിന്റെ ഇതിഹാസ താരത്തിന്റെ റെക്കോർഡ് അതിനേക്കാൾ വലിയൊരു വേദിയിൽ വെച്ച് തന്നെ റൊണാൾഡോ തിരുത്തിയെഴുതിയെന്നത് ഈ നേട്ടത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നു. ഉസ്ബെക്കിസ്ഥാനെ 5-0 തകർത്ത ഈ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ 5-0 തകർത്ത ഈ മത്സരത്തിൽ റൊണാൾഡോയ്ക്ക് പുറമെ ന്യൂനോ മെൻഡിസ്, റാഫേൽ ലിയാവോ എന്നിവരും പോർച്ചുഗലിനായി സ്കോർ ചെയ്തു. ടീം എന്ന നിലയിൽ പോർച്ചുഗലിന്റെ കരുത്ത് തെളിയിക്കുന്നതായിരുന്നു ഈ വിജയം. പോർച്ചുഗൽ ജേഴ്സിയിൽ റൊണാൾഡോയുടെ ആകെ ഗോളെണ്ണം ഇപ്പോൾ 145 ഉയർന്നിരിക്കുകയാണ്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ തന്റെ ചിരകാല പ്രതിയോഗിയായ ലയണൽ മെസ്സിയേക്കാൾ 23 ഗോളുകൾ കൂടുതലാണിത്. ഫുട്ബോൾ ലോകം എക്കാലത്തും ചർച്ച ചെയ്യുന്ന മെസ്സി റൊണാൾഡോ പോരാട്ടത്തിൽ അന്താരാഷ്ട്ര തലത്തിലെ ഗോൾ വേട്ടയിൽ റൊണാൾഡോ എത്രമാത്രം മുന്നിലാണെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇത് വെറുമൊരു താരത്തിന്റെ സ്ഥിതിവിവര കണക്കുകൾ മാത്രമല്ല, വീഴ്ചകൾ പാഠമാക്കി അസാധ്യങ്ങൾ സാധ്യമാക്കി സ്വപ്നങ്ങളെ മാത്രം പിന്തുടർന്ന ഒരു യോദ്ധാവിന്റെ അവിശ്വസനീയമായ യാത്രയുടെ നേർചിത്രമാണ്. എത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും കഠിനാധ്വാനവും അർപ്പണബോധവും ഉണ്ടെങ്കിൽ ഏതൊരു കൊടുമുടിയും കീഴടക്കാമെന്നതിന്റെ തെളിവാണ് ഈ 145 ഗോളുകൾ. തന്റെ 41 വയസ്സിലും താൻ ഇപ്പോഴും ഇവിടെയുണ്ടെന്ന് റൊണാൾഡോ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നത് ആ ഒരൊറ്റ കനക കിരീടം സ്വപ്നത്തിനായി മാത്രമാണ്. കരിയറിൽ നേടാനാകാത്ത ഒരേയൊരു വലിയ കിരീടമായ ലോകകപ്പ് ട്രോഫി പോർച്ചുഗലിന് നേടിക്കൊടുക്കുകയെന്ന ലക്ഷ്യമാണ് ഈ പ്രായത്തിലും റൊണാൾഡോയെ മൈതാനത്ത് ഓടി നടക്കാൻ പ്രേരിപ്പിക്കുന്നതും. അവസാനിച്ചുവെന്ന വിമർശക ലോകം വിധിയെഴുതിയപ്പോഴെല്ലാം അയാൾ കൂടുതൽ കരുത്തരായി, കൂടുതൽ നിശ്ചയദാർഢ്യത്തോടെ, കൂടുതൽ അപകടകാരിയായി തിരിച്ചുവന്നു. ഗോൾദാഹം ശമിക്കാത്ത CR7 മുന്നിൽ പ്രായം തോറ്റു, കാലം നിശ്ചലമായി, റെക്കോർഡുകൾ തലകുനിച്ചു. ലോകം ഒന്നടങ്കം അതിശയത്തോടെ ആ പോരാട്ടവീര്യം നോക്കി നിന്ന് കൈയടിക്കുകയാണ്. വിശ്വവിജയിയായി കാലഘട്ടങ്ങളെയും തലമുറകളെയും മറികടന്ന് ഫുട്ബോൾ ചരിത്രത്തിലെ ഇതിഹാസങ്ങളിൽ ഇതിഹാസമാവാൻ അയാൾ തന്റെ പ്രയാണം തുടരുകയാണ്.
എന്നാൽ ആ യാത്ര അവസാനിക്കുന്നത് ഫുട്ബോളിന്റെ ചരിത്ര പുസ്തകത്തിലെ ഏറ്റവും സുവർണ്ണ അധ്യായമായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.